ഹോക്കിൻസ് ജോഡി താളമേള പായസ കോമ്പറ്റീഷനിലാണ് ഞാനിന്ന് പങ്കെടുക്കുന്നത്. എൻ്റെ പേര് ഹേമലത ബാബു, എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രബാബു. അപ്പം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പോഷക പരിപ്പ് പ്രഥമൻ ആണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറയാം. ആദ്യമായി വേണ്ടത് ചെറുപരിപ്പ്, പിന്നെ ശർക്കര ഉരുക്കിയത്, അതുകൂടാതെ എന്താ പറയുക, ഏലക്കാപ്പൊടി, വറുത്തിടാനുള്ള വിഭവങ്ങളാണിത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം. പിന്നെ ഈ പായസത്തിന് കുറച്ചുകൂടെ രുചി കൂട്ടാനായിട്ട് ക്യാരറ്റ് വരട്ടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചക്ക വരട്ടിയതും ഇടുന്നുണ്ട്. അതുകൂടാതെ റാഗി. ഈ റാഗി എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. അത് സ്പ്രൗട്ടഡ് റാഗിയാണ് ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ മത്സരത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ പരിപ്പ് വറുത്തെടുക്കണം. പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് വേവിക്കണം. ഇട്ട് വേവിച്ചതാണ് ഈ അതിനകത്തിരിക്കുന്നത്. ഉരുളിയിലേക്ക് നെയ്യ് ഒഴിക്കട്ടെ. പാത്രം പുറത്തുണ്ട്. നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ചെറുപയർ നെയ്യിൽ ഒന്ന് വരണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ശർക്കര നീരൊഴിക്കാം.
നമുക്ക് ഈ പായസത്തിലേക്ക് ചേർക്കാനുള്ള ചക്ക വരട്ടിയത് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ചേർക്കാനുള്ളതാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് നെയ്യിൽ വരട്ടിയെടുക്കാം. അടുത്തത് നമുക്ക് ഈ പായസത്തിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ സ്പ്രൗട്ടഡ് റാഗി കൂടി ഈ പായസത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായി നമുക്ക് ഈ പായസത്തിൽ തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്യാം. അതോടൊപ്പം 1 സ്പൂൺ മാമ്പഴം പൾപ്പാക്കിയതും കൂടെ ചേർക്കണ്ട. പായസത്തിനെ പോഷകമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക ഇൻഗ്രീഡിയൻ്റുകളെല്ലാം ചേർത്തത്. പുളിയിട്ട് മതിയില്ല. കുറച്ച് സ്വാദ് കൂട്ടാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 1ാം പാൽ ആഡ് ചെയ്യാം. ഏറ്റവും അവസാനം ഹണി കൂടി ആഡ് ചെയ്യുക. അതോടൊപ്പം ഏലക്കായ, ചുക്കും ഏലക്കായയും പൊടിച്ചത് 1 സ്പൂൺ ഏലക്കായയും പൊടിച്ചത്. തിളച്ചു
വറുക്കണം. താങ്ക് യു. പറയും. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് പിന്നെ തേങ്ങാക്കൊത്ത് ഇതെല്ലാം മൂപ്പിച്ചെടുക്കാം. ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം. ആദ്യം തേങ്ങാക്കൊത്ത് വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് എള്ളിടാൻ പോവുകയാണ്. തിരിഞ്ഞ് നെയ്യൊഴിച്ച് വറുത്തെടുക്കാം. ആഡ് ചെയ്യാം. നമുക്ക് തേങ്ങ എള്ളും വറുത്തത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ആഡ് ചെയ്യാം. ഇതാണ് പോഷക പരിപ്പ് പ്രഥമൻ. ഹോക്കിൻസ് ജോഡി താളമേള പായസ കോമ്പറ്റീഷനിലാണ് ഞാനിന്ന് പങ്കെടുക്കുന്നത്. എൻ്റെ പേര് ഹേമലത ബാബു, എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രബാബു. അപ്പം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പോഷക പരിപ്പ് പ്രഥമൻ ആണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറയാം. ആദ്യമായി വേണ്ടത് ചെറുപരിപ്പ്, പിന്നെ ശർക്കര ഉരുക്കിയത്, അതുകൂടാതെ എന്താ പറയുക, ഏലക്കാപ്പൊടി, വറുത്തിടാനുള്ള വിഭവങ്ങളാണിത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം. പിന്നെ ഈ പായസത്തിന് കുറച്ചുകൂടെ രുചി കൂട്ടാനായിട്ട് ക്യാരറ്റ് വരട്ടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചക്ക വരട്ടിയതും ഇടുന്നുണ്ട്. അതുകൂടാതെ റാഗി, ഈ റാഗി എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. അത് സ്പ്രൗട്ടഡ് റാഗിയാണ് ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ മത്സരത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ പരിപ്പ് വറുത്തെടുക്കണം.
പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് വേവിക്കണം. ഇട്ട് വേവിച്ചതാണ് ഈ ഇതിനകത്തിരിക്കുന്നത്. ഈ ഉരുളിയിലേക്ക് നെയ്യ് ഒഴിക്കട്ടെ.